മേഴ്സിച്ചിയുടെ നാട് എവിടെയാണ്? പോത്തുശ്ശേരി എന്ന് പറയും എൻ്റെ നാടിൻ്റെ ഒരു ഗ്രാമപ്രദേശമാണത്. അത് തൃശ്ശൂരിൻ്റെയും എറണാകുളത്തിൻ്റെയും അതിർത്തി ഗ്രാമമാണ്. മനോഹരമായ പോത്തുശ്ശേരി ഗ്രാമം. ചാലക്കുടി പുഴയുടെ തീരത്താണ് എൻ്റെ നാട്. ചേച്ചി ഈ കഥ കവിത ഒക്കെ എഴുതുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ബൈബിൾ എഴുതാനുള്ള ഒരു തോന്നൽ എന്താ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ബൈബിൾ എഴുതണമെന്ന് തോന്നാൻ കാരണം? ഞാൻ പലപ്പോഴും ഈ ബൈബിള് പഴയ നിയമം വായിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങ് പൂർത്തിയാക്കാൻ പറ്റില്ല. ഉൽപ്പത്തി വായിക്കും, പുറപ്പാട് വായിക്കും, പിന്നെ അതങ്ങ് നിന്ന് പോകും. ഒരു ഹാഫ് പോർഷൻ ആകുമ്പോഴേക്കും നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ ഒരു ഇത് KCBCയുടെ ഒരു പകർത്തിയെഴുത്ത് ഒരു സംരംഭം ഉണ്ടെന്ന് കേട്ടപ്പോൾ അന്ന് ഇതൊന്ന് എഴുതാം, അപ്പോൾ നമുക്ക് ഹൃദിസ്ഥമാവും അല്ലോ, അപ്പോൾ അന്ന് എഴുതാം. അതുമാത്രമല്ല, ക്യാരക്ടേഴ്സിനെ, ബൈബിൾ ക്യാരക്ടേഴ്സിനെയൊക്കെ പരിചയമില്ലാത്ത കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു. ബൈബിൾ ക്യാരക്ടേഴ്സിനെ പറ്റി അറിയാൻ ആഗ്രഹമുള്ളത് ഇത് ഏതെങ്കിലും ഒരു കഥയ്ക്ക് ഇതിവൃത്തം ആവാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞത്? അതും എൻ്റെ ഒരു ലക്ഷ്യമാണ്. എൻ്റെ ബൈബിൾ എഴുത്തുകൊണ്ട് എനിക്ക് ബൈബിൾ ക്യാരക്ടേഴ്സിനെ അത് കഥയാക്കണമെന്നും കവിതയാക്കണമെന്നും എൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു ഭാഗമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ യുവതലമുറയുണ്ടല്ലോ, വളർന്നു പറഞ്ഞ യുവതലമുറയോട് മെസ്സേജിക്ക് എന്താ പറയാനുള്ളത്? ഇപ്പം നമ്മൾ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമ്മൾ അറിയണം. അതറിയാതെ നമ്മൾ വെറുതെ അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ബൈബിളൊക്കെ വായിക്കണം. ആ ബൈബിൾ വായിക്കുന്നതിന് ഒരു നല്ല ഒരു ഇത് തന്നെയാണ് ഈ ബൈബിൾ എഴുത്തെന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി അത് നമ്മളെ ഹൃദിസ്ഥമാക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ക്യാരക്ടേഴ്സിനെയും നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്, നമ്മൾ എന്താണ്, ആരാണ് കർത്താവ്, ആരാണ് പ്രവാചകന്മാർ, എന്താണ് പഴയ നിയമം, എന്താണ് പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ, അതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ വിശ്വാസത്തിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനൊരു കഥ പോലെ വായിക്കാൻ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത് വായിക്കാനായിട്ട്. അങ്ങനെ വായിക്കണം എന്ന്, കുട്ടികളൊക്കെ അത് വായിക്കണം എന്നാണ്. അത് ഒരു ദിവസം ഒരു പേജോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഇത്ര വേർഡ്സോ ഒക്കെ വായിച്ചാൽ മതി. എങ്കിലും അതൊക്കെ വായിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അത്. എന്ത് വായന എന്ന് പറയുന്നത്, വായിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? അറിവാണ്. ആ അറിവ് നമുക്ക് വേണം. നമുക്ക് ജീവിത വഴികളിൽ നമുക്ക് അറിവ് വേണ്ടേ? ആ അറിവ് എല്ലാ വായനയിൽ നിന്ന് കിട്ടും, പ്രത്യേകിച്ച് ബൈബിളിൽ നിന്ന് കിട്ടും. അതാണ് എൻ്റെ ഒരു, കുട്ടികളെല്ലാം ബൈബിൾ വായിക്കണം. ബൈബിൾ മാത്രമല്ല വായിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ പകർത്തി എഴുത്തത് കൊണ്ട് നമ്മൾക്ക് ഹൃദിസ്ഥമാകും. ബൈബിൾ ഒരു അടുക്കും ചുറ്റോടുകൂടി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ ബൈബിൾ എഴുതുന്നവർ എല്ലാവരും നിയോഗം വെച്ചിട്ടാണ് ബൈബിൾ എഴുതുന്നത് കേട്ടിട്ടുണ്ട്. സോ മെസ്സേജ് ബൈബിൾ എഴുതിയപ്പോൾ എന്ത് നിയോഗം വെച്ചിട്ടാണ് ബൈബിൾ എഴുതിയത്? ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ നിയോഗമൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ നിയോഗം വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ കസിൻ ചേച്ചിയൊക്കെ പറഞ്ഞ് നിയോഗം വെച്ചു. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേക നിയോഗങ്ങളൊന്നും ഇല്ല. എനിക്ക് ജ്ഞാനം വേണം. അത് ദൈവത്തിൻ്റെ ജ്ഞാനം വേണം, ദൈവത്തിൻ്റെ അറിവ് വേണം. അപ്പോൾ ഈ വായനയിൽ കൂടെ കിട്ടുന്ന അറിവെന്ന് പറയുന്നത് അത് വലുതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് വായനയിൽ കൂടെ മാത്രം കിട്ടിയതാണ്. അപ്പോൾ ബൈബിൾ എന്ന് പറഞ്ഞൊരു വിശുദ്ധമായ ഒരു ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന അറിവെന്ന് പറയുന്നത് അത് അതിലൊക്കെ എത്രയോ മേലാണ്. ആ അറിവ് മാത്രമാണ് ഞാൻ ചോദിച്ചത്. ആ അറിവാണ് ഞാൻ ചോദിച്ചത്.